ഗൾഫിലെ വെയ്റ്റ്ലെസ് ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നിങ്ങൾ ടി വിയിൽ കാണുന്ന പോലെ ഞങ്ങൾ വല്ല മേക്കപ്പ് ചെയ്തിട്ടോ നല്ല ഡ്രസ്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ കിച്ചണൊക്കെ വല്ല 5 സ്റ്റാർ മോഡലാക്കിയിട്ടില്ല. സാധാരണ ഒരു വെയ്റ്റ്ലെസ് റൂമിൽ നടക്കുന്ന മീൻ കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. മീൻ വറുത്തരച്ചത് ആലപ്പുഴ കറിയാണ് ഉണ്ടാക്കുന്നത്. ആലപ്പുഴയുടെ മീൻകറി വിദഗ്ധൻ ബഹുമാനപ്പെട്ട കവിയുമായ രാജി മുളകുയാണ് ഈ കറിയുടെ നേതൃത്വം നൽകുന്നത്. അതുപോലെ ഉള്ളി വെട്ടി, തക്കാളി വെട്ടി, ഇഞ്ചി വെട്ടി, വെളുത്തുള്ളി വെട്ടി, വേപ്പില ഇട്ട് കറി വാട്ടുന്ന, എണ്ണ ഒഴിച്ച് വാട്ടുന്ന എന്താ പേര്, സിജു അഭിനയ ആണ് അതിന് നേതൃത്വം നൽകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ കറിയിലേക്ക് തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് 2 ടീസ്പൂൺ മലപ്പുറം വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം 1 കപ്പ് ആലപ്പുഴ ഇഞ്ചി, എൻ്റെ പേരോ പിന്നെ പറയാം, ആലപ്പുഴ ഇഞ്ചി 1 കപ്പ് അല്ലേ. പിന്നീട് വെളുത്തുള്ളി, കോഴിക്കോടൻ വെളുത്തുള്ളി 2 കപ്പ്. അത് ഇട്ട് തീ 5% പ്രഷറിൽ അല്ലേ, 5% പ്രഷറിൽ അഗ്നി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 1 മിനിറ്റിന് ശേഷം സവാള, കോഴിക്കോടൻ സവാള ഇട്ട് വഴറ്റുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സവാള വിദഗ്ധൻ, അതായത് വലിയ ഉള്ളി വാട്ടുന്നതിലും ഇഞ്ചി വാട്ടുന്നതിലും വെളുത്തുള്ളി, വേപ്പിൻ്റെല, ജീരകം തുടങ്ങിയ സാധനം വാട്ടുന്നതിൽ വിദഗ്ധനായ വാട്ട് വിദഗ്ധൻ സജു അഭിനയാണ് വാട്ടിക്കൊണ്ടിരിക്കുന്നത്. സോറി, ഞാൻ നേരത്തെ അഭിനയ എന്ന് പറഞ്ഞു, ക്ഷമിക്കണം പ്രേക്ഷകർ. സജു KPS അദ്ദേഹം നാടകത്തില് വളരെയധികം ഒരു നടനാണ്, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അതുപോലെ തന്നെ സംവിധായകനാണ്, എല്ലാമായ അദ്ദേഹമാണ്. അതുപോലെ തന്നെ അതിലുപരി അദ്ദേഹം വെയ്റ്റ്ലെസ് റൂമിലെ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, വേപ്പിൻ്റെല, കടല തുടങ്ങിയ വാട്ട് വിദഗ്ധനാണ് അദ്ദേഹം. അതായത് വാട്ട് വിദഗ്ധൻ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ വിഷയമുണ്ട്, ഒരു നല്ല സംഭവം. അതായത് ഇങ്ങനെ പിന്നെ ഉള്ളിയും ഇഞ്ചിയും തമ്മിൽ ഇങ്ങനെ വാടി അങ്ങ് രമിക്കുകയാണ്. അതെ, അതിലൂടെ ഉണ്ടാകുന്ന ഇതേ കവിയാണ് രാജു കവി. അദ്ദേഹം ഇപ്പൊ നമ്മൾ ഈ സജുവിന്റെ ഈ വാട്ടൽ, ഉള്ളി ഇഞ്ചി വാട്ടലിന് നമ്മൾ പ്രത്യേകതയുണ്ടോ? അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന പാത്രങ്ങൾ അത് പ്രത്യേക ക്വാളിറ്റി പാത്രങ്ങളാണ്. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന പഴയകാല കുക്കിംഗ്, പഴയകാല അതുപോലെ തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന പിന്നെ എണ്ണ, അതുപോലെ ഓരോ ഈ പാത്രത്തിന്റെ പ്രത്യേകത, ഈ പാത്രത്തിന്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ബാക്കി പത്രങ്ങളുണ്ട്. നമ്മുടെ രുചികളുടെ ഒരു ഓർമ്മ പത്രം കൂടി. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അതിന് വേണ്ടി ചെയ്തത് മല്ലിയും മുളകും നമ്മുടെ കൊല്ലത്തുനിന്ന് കൊടുക്കുന്ന മല്ലിയും മുളകും മഞ്ഞപ്പൊടിയും മിക്സിയിലിട്ടിട്ട്, ഈ മിക്സികളുടെ പ്രത്യേകത UAE നിന്ന് വാങ്ങിച്ചാണ് അല്ലെ. UAE നിന്ന് വാങ്ങിച്ച ഈ മിക്സിയിൽ നിങ്ങൾ നോക്കണം. അതെ, അദ്ദേഹം പാകുകയാണ്. അല്ല, അതെ, ഈ കറിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ മീൻകറിയുടെ ഏറ്റവും കാതലായ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മുടെ പിന്നെ KPC അതിലേക്ക് അദ്ദേഹം അരച്ച്, അതിനുശേഷം അദ്ദേഹം പിന്നെ 10 മില്ലി അല്ലെ, 10 മില്ലി വാട്ടർ ചേർത്തിട്ടുണ്ട്, 10 മില്ലി വെള്ളം, ജലം ചേർത്തിരിക്കുകയാണ്, അതിലേക്ക് ലയിപ്പിച്ചിരിക്കുകയാണ്. അതെ, ഇപ്പൊ കറിയും മസാലയും വെള്ളവും ആ ഉള്ളിയും ഇഞ്ചിയും തക്കാളിയും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. ആ യുദ്ധം നമ്മൾ കണ്ടു തന്നെ പ്രേക്ഷകർ കാണാം. ആ തമ്മിൽ പരസ്പരമുള്ള ഒരു യുദ്ധം. ഈ കിച്ചൺ എന്ന് പറയാൻ തന്നെ ഒരു കുരുക്ഷേത്ര ഭൂമിയാണ്. അതെ, ഈ കിച്ചൺ തന്നെ ഒരു കുരുക്ഷേത്ര ഭൂമിയാണ് എന്നാണ് നമ്മുടെ മഹാനായ കവി രാജി മുളകുഴ പറയുന്നത്. സജു KPC
ഈ കറിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഈ ഉള്ളിവാട്ടിൽ ഇതൊക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സജു KPSന്റെ 2 വാക്കിലേക്ക് പ്രേക്ഷകർ വേണ്ടി ശ്രദ്ധിക്കാം. സജു സംസാരിക്കുമ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സജു പിന്നെ ഈ കറിയുമായി ബന്ധപ്പെട്ടിട്ട് കറി ഉണ്ടാക്കിക്കൊണ്ടുമ്പോഴേ സജു സംസാരിക്കുള്ളൂ. അതിനുവേണ്ടി സജുവിനെ ആദരവ് പ്രശ്നിക്കുന്നു. നമ്മളിത് മീൻ തല നമ്മൾ കട്ട് ചെയ്ത് മസാല ഇട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അതാണ് നമ്മൾ ഈ കറിയിലേക്ക് ഇടാൻ പോകുന്നത്. ഈ അരപ്പ് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻ കഷ്ണങ്ങൾ ഇടുക. ഇതിന്റെ പേര് കൂടി പറഞ്ഞാൽ ഈ കറിയുടെ പേര് മീൻ വറുത്തരച്ച തലക്കറിയാണ്. അല്ല, അതിന് നമ്മള് വറുത്തരച്ച പിന്നെ ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വളരെ കയ്യൊക്കെ കഴുകി കൊടുത്തത്. പക്ഷെ നമ്മൾ TV യിൽ കാണുന്ന നിങ്ങൾ പിന്നെ ഈ കുക്കിംഗ് ഷോ അത് നിങ്ങളും അത് കണ്ടിട്ട് ആദ്യം ചെയ്തെടുക്കണം. അവർ ചെയ്യുമ്പോൾ അവരുടെ കൈകൾ നോക്കുക, മേക്കപ്പുകൾ അല്ലേ രാജുവേട്ടാ? അതിന് പറ്റുന്ന ഹെൽത്തി ആയിട്ട് ഞാൻ പറയുന്നത് അവർ മേക്കപ്പ് ചെയ്തു ഹൈജീനിക് അല്ല. കാരണം അവർ കെമിക്കൽ, അത് മനുഷ്യവിഷമായ പല സംഗതികളുമായി അവരുടെ കൈയും ക്യാമറ ഷോക്ക് വേണ്ടിയിട്ട് മേക്കപ്പ്, അതേപോലെ പിന്നെ ഫൗണ്ടേഷന്, ചുണ്ടുമ, ഇങ്ങനെ ഒന്നും ഒരു കുക്കറി ഷോ നടത്തി സാധാരണ അങ്ങനെ ഒരുപാടുണ്ട്. അത് ഒരിക്കലും പ്രേക്ഷകരോടുള്ള ഒരു അഭ്യർത്ഥന അല്ലേ? അവര് ഈ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ രാജുവിടെ, അവർ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് വളരെ ഷോ ആയിട്ട് ഒരു കിച്ചൺ നടക്കുന്നു. പിന്നെ അവരുടെ പിന്നെ കൈകളായാലും മേക്ക് ഓവറായിട്ട് വേണ്ടി സത്യത്തിൽ ആ ഭക്ഷണം അവരത് കഴിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കുക്കറി ഷോ തിന്നിട്ട് വളരെ മോശം ഭക്ഷണം ഇല്ല? അടിപൊളി. ഇത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പരീക്ഷിക്കരുത്. കാരണം എന്താണ്, അവരുടെ ഈ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിക്കോട്ടെ, അവർ ഉപയോഗിക്കുന്ന അവരുടേതായ എല്ലാവരും ഒരു ഹെൽത്തി ആയിട്ട് ഈ കറി എന്നൊക്കെ പറയുന്നത് അധ്വാനിക്കുന്ന ഒരു ആലപ്പുഴയുടെ ഒരു സംസ്കാരമുള്ള ജനങ്ങള്, അതായത് അവരുടെ ജീവിതത്തിൽ നിന്ന് രൂപപ്പെടുത്തോണ്ട് പോകുന്ന ഒരു ഫോർമുലയാണ്. അല്ല, ആലപ്പുഴയിലും നിങ്ങളത് അത് മലപ്പുറക്കാർ കൂടുന്നുണ്ട്, കോഴിക്കോട്ടിൽ കൂടുന്നുണ്ട്, കൊല്ലത്തിൽ കൂടുന്നുണ്ട്. കറിയുടെ ഒരു പേര് അതുകൊണ്ടാണ്. പക്ഷേ അല്ലാതെ ആലപ്പുഴക്കാർ എല്ലാവരും ആലപ്പുഴ മലപ്പുറം അടിയാവോ? നമ്മളൊരു കുടംപുളി അത് ഉദരത്തിന് വളരെ ഗുണകരമായ സാധനമാണ്, ആയുർവേദിക് സാധനമാണത്. ഇത് വളരെ ഈ കൊടംപുളി എടുക്കണ്ട. ഈ കൊടംപുളി പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയനാട് കാടുകളിൽ നാടുകാണി കാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൊടംപുളിയാണ് ഇത്. കൊടംപുളി അവിടുത്തെ അമ്മമാർ ശേഖരിച്ച് അട്ടക്കരിയിൽ ഇട്ടുകൊണ്ടുപോകും. അട്ടക്കരി ഇന്നത്തെ ജനറേഷൻ അട്ടക്കരി അറിയില്ല. ശ്രദ്ധിക്കണം തന്നെ. അട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചന്റെ മേലൊരു ഒരു വറക് വെക്കാൻ വേണ്ടി ഉണ്ടാക്കും. അതാണ് അട്ടക്കരി എന്ന് പറഞ്ഞാൽ. അട്ട എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് പറയണേ, ഈ അട്ടക്കരിയിൽ പിന്നെ 140 ദിവസം അല്ലെ, 140 ദിവസത്തോളം അട്ടക്കരി ഇട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പുളിയാണ് ഈ കൊടംപുളി. അങ്ങനെ സംസ്കരിച്ച് ഉണ്ടാക്കിയ ഒരു പിന്നെ പുളിയാണ് കൊടംപുളി. അതാണ് ഞങ്ങൾ ഈ കറിയിൽ പ്രത്യേകം ചേർക്കുന്നത്. അപ്പൊ ഞങ്ങളോട് ഇവിടെ ശ്രദ്ധിക്കുന്നത്, ഇതൊക്കെ ഞാൻ പറയാൻ കാരണം അത് നമ്മൾ പൊട്ടിക്കുക സംഭവം തിന്നാ വലിയ 2 വർഷം നമുക്കുണ്ടാകും. ഈ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന മസാലകളായിക്കോട്ടെ എല്ലാം ഒരു പ്രത്യേകത. മുളക് മല്ലി എല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് പൊടിപ്പിച്ചെടുത്തത്. അതെ, നമ്മളൊന്നും നാട്ടിൽ നിന്ന് നമ്മൾ തന്നെ മല്ലിയായാലും മുളകായാലും നമ്മൾ എടുത്ത് കഴുകി വറുത്ത് മില്ലിൽ പോയി. പ്രവാസികളായ നല്ലൊരു സന്ദേശമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറെ മധുരപലഹാരങ്ങളോ അതൊന്നുമല്ല കൊണ്ടുവരേണ്ടത്. നിങ്ങൾ ഒന്ന് സാമ്പത്തിക ലാഭം, രണ്ടാമത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വളരെയധികം മറ്റുള്ള മായങ്ങൾ ചേർക്കാത്തതാണ്. അപ്പൊ നിങ്ങൾ നാട്ടിൽ പോയിട്ട് മല്ലി വാങ്ങി അത് കഴുകി പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിക്കുക. അതായത് മുളക്, ഈ മഞ്ഞളൊക്കെ അതൊക്കെ നാട്ടിൽ സുലഭമായി കിട്ടുന്നുണ്ട്. പൊടിച്ച് നിങ്ങൾ ഒരു 5 കിലോനോ ഒരു 2 കിലോനോ കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളിപ്പോ ഉദാഹരണമായിട്ട് ഞങ്ങളിപ്പോൾ 5 പേരാണ് മൊത്തത്തിൽ ഈ മെസ്സിലുള്ളത്. ഞങ്ങൾക്ക് സാലി കല്ലട വീട്ടിൽ
നിന്ന് കൊടുന്ന മല്ലി 5 കിലോ മല്ലിയാണ് ഞങ്ങളത് 2 കൊല്ലം ഉപയോഗിച്ചു. എന്നാൽ ഫംഗസോ ഒന്നും കേടോ ഒന്നുമില്ല, വളരെ കേടുവരില്ല. നാട്ടിൽ നിന്ന് വറുത്ത് പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 5 ഇപ്പൊ നമ്മുടെ സാലി 2 വർഷമായിട്ട് അല്ലേ ഞങ്ങൾ 5 കിലോ മല്ലി കേടുവരാതെ സൂക്ഷിക്കാൻ എന്താ മാർഗം? ഒന്നുമില്ല, നാട്ടിൽ നിന്ന് വറുത്ത് പൊടിച്ച് കൊടുക്കുന്ന പിന്നെ ഇവിടെ കൊണ്ടുപോകുമ്പോൾ നമ്മളത് പിന്നെ നല്ല വൃത്തിയായ പാത്രത്തിൽ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ നോർമൽ, അതിന് വെയിലായാലും അതിന് പ്രത്യേക സെല്ലാതെ ഒന്നും വേണ്ട, ഒന്നും ആവശ്യമില്ല. അതാണ് നമ്മൾ എല്ലാ പിന്നെ ബാച്ചിലേഴ്സും ചെയ്യേണ്ടത്. പിന്നെ കരി പിന്നെ തളച്ചുകൊണ്ടിരിക്കുകയാണ് 11% പ്രഷറിൽ അല്ലേ, 11 അഗ്നി കൊടുത്തിരിക്കുകയാണ്. അത് അതിന്റെ നിങ്ങൾ നോക്കണം, മീനും ആ കറി തമ്മിലുള്ള ആ സ്നേഹബന്ധം ജീവനുള്ള ഒരു മത്സ്യത്തെ നമ്മൾ ജീവനില്ലാതാക്കിയെങ്കിലും മറ്റുള്ള നമ്മൾ ചേർത്തതിന് ജീവനിലേക്ക് പരസ്പരം അതിന്റെ ആ പരസ്പരമുള്ള സ്നേഹം, ആ പരസ്പരം അവർ തമ്മിലുള്ള ആ പൊരുത്തക്കേട് അതിനെന്തൊക്കെ സംസാരിക്കാനുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി തിളക്കുമല്ല, കഴിക്കാൻ വേണ്ടിയാണ്. അല്ല, അവര് ചെയ്യുന്നറിയോ, അവർ മനുഷ്യർക്ക് പിന്നെ വേണ്ടിയിട്ട് അവര് ത്യാഗം ചെയ്യും. ഇതിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യർക്ക് വേണ്ടി ത്യാഗം ചെയ്യാണ്. നിങ്ങൾ പാചകക്കാർ മാത്രമല്ല, ഉള്ളിലെ സാഹിത്യവും കലയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ആൾക്കാരാണ്. അതെ, അല്ല അതിനുപരി നമ്മൾ ഉണ്ടാകുന്ന ഭക്ഷണം അവർ നമ്മൾ ഇടങ്ങറായിട്ടല്ല നമ്മൾ തിന്നുന്നത്, അവർ നമുക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാണ്. അതാണ് ആ രംഗം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ മത്സ്യവും നമ്മുടെ നാഡീഞരമ്പുകളിൽ ഊർജ്ജങ്ങളായിട്ട് മാറുകയാണ്. പിന്നെ ഏത് ആൾക്കും, ഈ സാഹിത്യകാരനായിക്കോട്ടെ, കലാകാരനായിക്കോട്ടെ, മറ്റെന്തായിക്കോട്ടെ, അവർക്കൊക്കെ ഇവരാണ് ഊർജ്ജം കൊടുക്കുന്നത്. നാടകക്കാരനായിക്കോട്ടെ, അവർക്കൊക്കെ ഊർജ്ജം കൊടുക്കുന്നത് അവർ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ. ഇവർ ഞാൻ വലിയ കഴിവേറാണ്, അവർക്കൊക്കെ ഊർജ്ജം ബുദ്ധിയും വിവേകം കൊടുക്കുന്നവരാണ്, അവർക്ക് വാക്കുകളെ യോജിക്കുന്നവരാണ്, അവരുടെ പ്രാസങ്ങൾ ഒപ്പിക്കുന്നതാണ്. ഇത്രയും ആൾക്കാരാണ് ഇവരെ നമ്മൾ ഇവരെ നമ്മൾ എത്രയോ ബഹുമാനിക്കുന്നതിന് ശേഷമേ കഴിക്കാറുള്ളൂ. ഞങ്ങൾ ഭക്ഷണം എന്ത് വെച്ചാലും അതിന് വളരെയധികം ബഹുമാനിച്ച് വണങ്ങിയിട്ട് കഴിക്കണം. നമുക്ക് ആരോഗ്യവും ആയുസ്സും നൽകുന്നതാണ് ഈ ഭക്ഷണം. എത്ര നേരം എടുക്കും ഈ പാചകം? അപ്പോ ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ പോണേ, ഞങ്ങൾക്ക് കഴിക്കാൻ സമയമായി. ഞങ്ങൾ ഭക്ഷണം വെച്ച് ഇനി ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇതാണ്, ഇത് കഴിച്ച് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കേണ്ട ചൂടിന് നമുക്ക് കഴിക്കാം, അതുവരെ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ ഇനിയും തുടരും അല്ലെ. അത് മറന്നു പ്രേക്ഷകർ സോറി, ഇതൊരു ഷോക്ക് വേണ്ടി ഞങ്ങൾ എടുത്ത ഷൂട്ടിംഗ് അല്ല. ഞങ്ങൾ സാധാരണ എല്ലാവരും മറക്കുന്ന സംഭവമാണ്, നമ്മൾ വറവിടാൻ മറക്കും. അത് വീണ്ടും നമ്മളെ KPSC സിജു അത് പെട്ടെന്ന് ഓർമ്മിച്ചത് വേപ്പിലാണ്. ഇത് ഇതിൽ എണ്ണ വയ്ക്കുന്നു നമ്മൾ ഇല്ല, ഇതോടെ ഫിനിഷ് ഇല്ല, ഒരെണ്ണം നമ്മൾ ഉപയോഗിക്കില്ല. ഇതാണ് സംഭവം. ഇതോട് കൂടെ നമുക്ക് അറിയാം പുതിയ ഐറ്റവുമായി അടുത്ത എപ്പിസോഡിൽ വരും. അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഞങ്ങളുടെ കറി ഇഷ്ടപ്പെടും, ഈ പ്രേക്ഷകർക്ക് ഈ കറി ഇഷ്ടപ്പെട്ടു ഞങ്ങൾ തോന്നുന്നു. അതുപോലെ തന്നെ നിങ്ങളിന്ന് പരീക്ഷിക്കുക. പിന്നെ മറ്റൊന്ന്, പിന്നെ നല്ലൊരു വിഭവമായിട്ട് ബാച്ചിലേഴ്സ് റൂമിൽ നിന്ന്, ഗൾഫ് പ്രവാസ ബാച്ചിലേഴ്സ് റൂമിൽ നിന്ന് വീണ്ടും ഒരു കറിയുമായിട്ട് ഞങ്ങൾ എത്തും. അതുവരെ നന്ദി, നമസ്കാരം.